Morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിംഗ് ഗ്രീൻസ് തിയറം evaluate integral over c x cos y dx minus y sin x dy, where c is the square with the vertices 0, 0, 0, pi, pi and pi 0. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. അപ്പൊ ഇത് നമുക്ക് ഗ്രീൻസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഗ്രീൻസ് തിയറം by Green's theorem. Green's theorem പറയുന്നത് എന്താണ്? Integral over c f of x y dx plus g of x y dy is equal to double integral r dou g by dou x minus dou f by dou y into b. ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും. അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവേറ്റ് ചെയ്യുന്ന ഡോ ജി ബൈ ഡോ എക്സ് അറിയണം, ഡോ എഫ് ബൈ ഡോ വൈ അറിയണം. അതിന് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് എഫ് എന്താണ് ജി എന്ന് അറിയണം. Here f is equal to dx നോട് ചേർന്ന് കിടക്കുന്ന ആളാണ് f. അപ്പൊ x cos y. g എന്ന് പറയുന്ന ആരാണ്? dy യോട് ചേർന്ന് കിടക്കുന്ന ആൾ. അതെന്താണ്? മൈനസ് y sin x. ഇനി നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കാണണം. എന്താണ് ഡോ എഫ് ബൈ ഡോ വൈ? x cos y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x cos y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? x into cos y യുടെ ഡിഫറൻസിയേഷൻ എന്താണ്? മൈനസ് സൈൻ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ. ഇനി ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? ഡോ ജി ബൈ ഡോ എക്സ് ഈ ജി എന്ന ഫംഗ്ഷനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇവിടെ മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടി, ഡോ ജി ബൈ ഡോ എക്സ് കിട്ടി. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡബിൾ ഇന്റഗ്രൽ ഡോ ജി ബൈ ഡോ എക്സ് എന്താണ്? മൈനസ് വൈ കോസ് എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്? മൈനസ് എക്സ് സൈൻ വേണം. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് എക്സ് സൈൻ ഇൻറ്റു ഡി എ എന്നുള്ളത് നമുക്ക് എന്താ എഴുതാം? ഡി വൈ ഡി എക്സ് എന്നോ ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. ഞാനിവിടെ ഡി വൈ ഡി എക്സ്. ഇനി നമുക്ക് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് വേണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് 0, 0 എന്നുള്ള പോയിന്റ്, ഇത് 0, പൈ 0 എന്നുള്ള പോയിന്റ്, പൈ 0, ഇതെന്താണ്? പൈ പൈ, ഇതെന്താണ്? 0 പൈ. ഒരു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. സ്ക്വയർ ആകുമ്പോൾ ഈ എക്സ് വേരീസ് ഫ്രം 0 to പൈ ആണ്, വൈ വേരീസ് ഫ്രം 0 to പൈ ആണ്. റെക്ടാംഗിൾ റീജിയൻ ആണ്. വൈയുടെ ലിമിറ്റ് എന്ത് എഴുതാം? 0 to പൈ എഴുതാം. എക്സിന്റെ ലിമിറ്റ് എന്ത് എഴുതാം? 0 to പൈ. ഇനി നമ്മൾ ഇതിനെ ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, രണ്ടാമത് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to പൈ. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് കോസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് രണ്ടാമത്തേല് എക്സ് ഇൻറ്റു സൈൻ വൈ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക് മൈനസ് കോസ്. അപ്പോ വൈയുടെ ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ ലിമിറ്റ് കൊടുക്കണം. വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to പൈ. 0 to പൈ ആണ് വൈയുടെ ഈ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ മാറ്റാണ്. ഇനി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ. ഇവിടെ വൈക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വൈക്ക് നമ്മൾ പൈ കൊടുക്കാം. അപ്പൊ നമ്മള് മൈനസ് കോസ് എക്സ് ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ. കോസ് പൈയുടെ വാല്യൂ എത്രയാ? മൈനസ്. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ 0 ആയി പോകും. രണ്ടാമത്തെ വാല്യൂ നമുക്ക് മൈനസ് എക്സ് കിട്ടും.
x into cos 0 1 ആണ് minus x. That is integral 0 to pi minus pi square by 2 cos x. ഈ minus x into minus plus x ആവും, ഇവിടെയും plus x ആവും, അപ്പോൾ plus 2x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus pi square by 2 into cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? sin x plus 2x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2x square by 2 എന്ന് പറഞ്ഞാൽ x square. ഇപ്പൊ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5. ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ minus pi square by 2. ഇവിടെ x ന് pi കൊടുക്കുമ്പോൾ sin pi ഫസ്റ്റ് വാല്യൂ 0 ആയിരിക്കും. ഇനി ഇവിടെ x ന് pi കൊടുക്കുമ്പോൾ pi square വരും. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ 0 sin 0 0 ആണ്. ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടണേ? pi square. ഇതിന്റെ നമ്മൾ ഗ്രീൻ തിയറി ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? pi square എന്നാണ് ആൻസർ. ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഗ്രീൻസ് തിയറി ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ഗ്രീൻസ് തിയറി ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. എന്താണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f into d. ഇതിൽ g എന്താണ്, f എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. dx നോട് ചേർന്ന് കിടക്കുന്ന ആള് f ആണ്, dy യോട് ചേർന്ന് കിടക്കുന്ന ആള് g ആണ്. അപ്പൊ f ഉം g നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? f നെ dou f by dou f നെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, g എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ dou f by dou y കിട്ടി, dou g by dou x കിട്ടി. അത് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഇവിടെ dA എന്നുള്ളത് dy dx എന്ന് എഴുതാം, dx dy എന്ന് എഴുതാം. ഞാൻ ഇവിടെ dy dx എന്ന് എഴുതി. ഇനി x ന്റെയും y യുടെയും ലിമിറ്റ് കിട്ടണം. ഇതൊരു സ്ക്വയർ ആണ്, റെക്ടാംഗിൾ റീജിയൻ ആണ്. ഇവിടെ y വേരീസ് ഫ്രം 0 to pi ആണ്. പടത്തിൽ വ്യക്തമാണ് y വേരീസ് ഫ്രം 0 to pi, x വേരീസ് ഫ്രം 0 to pi. അപ്പോൾ x ന്റെയും y യുടെയും ലിമിറ്റ് കിട്ടി. ആദ്യം നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? minus cos x into y square by 2 plus x into sin y യുടെ minus cos y. ലിമിറ്റ് അപ്ലൈ ചെയ്യും. minus cos x into y square by 2 minus x into cos pi എന്ന് പറഞ്ഞാൽ minus 1 minus 0 minus x. ഇവിടെ 0 ആയപ്പോൾ അത് minus x. cos 0 1 ആണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ minus pi square by 2 cos x plus 2x കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? minus pi square by 2 ഇതിനെ നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x വരും, 2x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0, ഇവിടെ അപ്പർ ലിമിറ്റ് pi കൊടുക്കുമ്പോൾ sin pi 0 ആണ്, ഇവിടെ pi സ്ക്വയർ വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഫസ്റ്റ് ടൈം 0 ആണ്, സെക്കൻഡ് ടൈം 0 ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്താണ്? pi സ്ക്വയർ ആണ്. ഇത് എന്ത് ചോദിച്ച ചോദ്യമാണ്? ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ ട്ടോ.